നമസ്കാരം. എജ്യുദ്രസ് റാങ്ക് മേക്കിംഗ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സീരീസിലെ 12ാം ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിനു മുമ്പുള്ള 11 ഭാഗങ്ങളും കണ്ട് നോട്ട് തയ്യാറാക്കാനും ചാനലിലെ മറ്റ് പ്ലേലിസ്റ്റുകളും ഫോളോ ചെയ്യാനും മറക്കണ്ട. കൂടാതെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിൽ ദിവസവും ഫ്രീ ആയി ലൈവ് ക്ലാസ്സുകളുണ്ട്, ക്വിസുകളുണ്ട്, കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് ഉണ്ട്. അതെല്ലാം പ്രയോജനപ്പെടുത്തുക. ആദ്യത്തെ ചോദ്യം, a stone's throw approximately means a long distance, no distance, a short distance, throw a stone. ഉത്തരം a short distance. സ്റ്റോൺസ് ത്രോ ഒരു കല്ലെറിയുന്ന അത്ര ദൂരെ എന്നർത്ഥമാക്കുന്നത് വളരെ ചെറിയ ഡിസ്റ്റൻസ് എന്നുള്ള രീതിയിലാണ്. To try to establish world peace is only a fair play, an oily tongue, a wet blanket, a wild goose chase. ഉത്തരം എ വൈൽഡ് ഗൂസ് ചേസ്. ലോകസമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. അതാണ് ഇവിടെ വൈൽഡ് ഗൂസ് ചേസ് എന്ന് അർത്ഥമാക്കുന്നത്. ഗൂസ് എന്നാൽ അരയന്നം എന്നാണ്. വൈൽഡ് ഗൂസ് എന്നാൽ കാട്ടിലുള്ള അരയന്നം. അതിനെ പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് വെള്ളത്തിലായിരിക്കുമ്പോൾ അതിനെ പിടിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ജോലിയാണ്, നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ലോകസമാധാനം സ്ഥാപിക്കുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. നടക്കാത്ത കാര്യം എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന ഇഡിയം വൈൽഡ് ഗൂസ് ചേസ്. The elections are fast approaching and it is time we set the ball to roll, moving, rolling, playing. ഉത്തരം റോളിംഗ്. സെറ്റ് ദി ബോൾ റോളിംഗ് എന്നുള്ള ഒരു ഫ്രേസാണ്. സെറ്റ് ദി ബോൾ റോളിംഗ് എന്നത് അർത്ഥമാക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. സെറ്റ് ദി ബോൾ റോളിംഗ്, ടു ബിഗിൻ. ഗെറ്റ് ദി ബെറ്റർ ഓഫ് മീൻസ് win, improve, do better than, none of the above. Get the better of എന്നാൽ win എന്നാണ്, വിജയിക്കുക. ഉള്ളതിൽ ഏറ്റവും നല്ലത് ലഭിക്കുക എന്ന് പറയുന്നത് വിജയിക്കുക എന്നുള്ളത് തന്നെയാണ്, അല്ലെ? അപ്പൊ get the better of, win. The captain played with determination because the honor of the team was at stake. What does at stake mean? In danger, appropriate, at the top, very low. ഉത്തരം ഇൻ ഡേഞ്ചർ. ടീമിന്റെ അഭിമാനം അപകടത്തിലാണ്, അതുകൊണ്ട് ക്യാപ്റ്റൻ ഒരു ഉറപ്പോടു കൂടി കളിച്ചു എന്നുള്ള അർത്ഥം. അപ്പോൾ അറ്റ് സ്റ്റേക്ക് എന്നാൽ ഇൻ ഡേഞ്ചർ എന്നാണ് അർത്ഥം. His most trusted friend proved to be a snake in the grass. What does snake in the grass mean? An unreliable person, low and mean, a hidden enemy, cowardly and brutal. ഉത്തരം എ ഹിഡൻ എനിമി. സ്നേക്ക് ഇൻ ദ ഗ്രാസ്. പുല്ലിൽ ഒളിച്ചിരിക്കുന്ന പാമ്പിനെ നമുക്ക് കാണാൻ സാധിക്കില്ല, പക്ഷെ അതൊരു ശത്രുവാണ്. അപ്പോൾ ഒളിഞ്ഞിരിക്കുന്ന ശത്രു എന്നാണ് സ്നേക്ക് ഇൻ ദ ഗ്രാസ് അർത്ഥമാക്കുന്നത്. The idiom that means face the problem is lick the dust, catch the bull by the horns, break the ice, the last straw. ഉത്തരം ക്യാച്ച് ദ ബുൾ ബൈ ദ ഹോൺ. പോത്തിന്റെ മുന്നിൽ കയറി അതിന് കൊമ്പിൽ പിടിച്ച് തടയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഫേസ് ദി പ്രോബ്ലം. നെഞ്ചു വിരിച്ച് നേരിടുക എന്നൊക്കെയാണ് ക്യാച്ച് ദി ബുൾ ബൈ ദി ഹോൺസ്. The idiom burn one's boat means to be in danger, to be in a confused state, to accept failure, a point of no return. ഉത്തരം എ പോയിന്റ് ഓഫ് നോ റിട്ടേൺ. ബേൺ വൺസ് ബോട്ട്. നമ്മളൊരു സ്ഥലത്തേക്ക് തുഴഞ്ഞു പോകുന്നു, തുഴഞ്ഞ് വേറൊരു ദ്വീപിലെത്തിയ ശേഷം ആ ബോട്ട് കത്തിച്ചു കളയുന്നു എന്ന് പറഞ്ഞാൽ തിരിച്ചിനി വരാൻ മാർഗമില്ല. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി എന്നത് അർത്ഥമാക്കാനാണ് ബേൺ വൺസ് ബോട്ട് ഉപയോഗിക്കുന്നത്. എ പോയിന്റ് ഓഫ് നോ റിട്ടേൺ. The idiom bring down the house means to destroy completely, to make matters worse, to receive applause, to spend money wastefully. ഇവിടെ എല്ലാവരും തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ബ്രിങ് ഡൗൺ ദി ഹൗസ് എന്ന് അർത്ഥമാക്കുന്നത് ടു റിസീവ് അപ്ലൗസ് ആണ്. അതായത് ഓഡിയൻസിന്റെ കയ്യടി നേടുക, പ്രശംസ നേടുക എന്നൊക്കെയാണ്.
ഇവിടെ ഹൗസ് എന്നുള്ളത് നമ്മൾ സഭയായി കാണുക. നമ്മൾ അപ്പർ ഹൗസ് ലോവർ ഹൗസ് എന്നൊക്കെ പറയുന്നത് സഭയല്ലേ, ഉപരിസഭ അധോസഭ. അപ്പോൾ സഭ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബ്രിങ് ഡൗൺ ദി ഹൗസ് എന്ന് പറയുന്നത് സഭയിലെ ഉണ്ടായിരുന്ന ആൾക്കാരെ എല്ലാം വീഴ്ത്തി കളഞ്ഞു എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രകടനം അത്രയേറെ നല്ലതായിരുന്നു എന്നാണ്. അപ്പോൾ ബ്രിങ് ഡൗൺ ദി ഹൗസ് എന്ന് പറഞ്ഞാൽ ഓഡിയൻസിനെ മുഴുവൻ കയ്യിലെടുത്തു, ഓഡിയൻസിനെ മുഴുവൻ വീഴ്ത്തി കളഞ്ഞു എന്ന് പറഞ്ഞാൽ വളരെ നല്ല പ്രകടനം, കയ്യടി നേടുന്ന പ്രകടനം, കയ്യടി നേടുക. ഗ്രീൻ ഹോൺ മീൻസ് എക്സ്പേർട്ട്, നോയ്സ്, prejudice, superior. ഉത്തരം നോവൈസ്. ഗ്രീൻ ഹോൺ എന്നാൽ നോവൈസ്, ഇൻഎക്സ്പീരിയൻസ്ഡ്, ബിഗിനർ എന്നൊക്കെയാണ്. ഇവിടെ എങ്ങനെ ഓർത്തു വെക്കാം? ഗ്രീൻ ഹോൺ പച്ച കൊമ്പുള്ള, അല്ലെങ്കിൽ പച്ച എന്നുള്ള എപ്പോഴും സൂചിപ്പിക്കുന്നത് പാകമാകാത്തത് എന്നല്ലേ, പഴുത്തത് പച്ച. അപ്പോൾ പച്ച എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത തുടക്കക്കാരൻ എന്നോർക്കുക. ഗ്രീൻ ഹോൺ, നോവൈസ്. അപ്പൊ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഈ സീരീസിൽ ഇനിയും ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. ഈ 12 ഭാഗങ്ങൾ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 10 ചോദ്യങ്ങൾ വീതം 120 ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെ കുറേയേറെ ഇനിയും നോക്കാനുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പിൽ വരിക. ഗ്രൂപ്പിലുള്ള ഫ്രീ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ക്വിസും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സും ഫോളോ ചെയ്ത് പ്രിപ്പറേഷൻ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ. നിങ്ങളുടെ PSC പ്രിപ്പറേഷൻ കുറെ കൂടി ഊർജിതമായി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ Unacademy എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ ഫ്രീ ആയി തന്നെ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും, ഫ്രീ ആയി തന്നെ ലൈവ് ക്വിസുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇതിനൊക്കെ പുറമെ കുറെ കൂടി സിസ്റ്റമാറ്റിക്കായി തയ്യാറാക്കിയിട്ടുള്ള ഒട്ടനവധി കോഴ്സുകളുടെ ഒരു ശേഖരം തന്നെ നിങ്ങൾക്ക് Unacademy പ്ലസ് എന്ന പ്ലാറ്റ്ഫോമിൽ ലഭിക്കും. Unacademy പ്ലസിന്റെ പ്രത്യേകത, അവിടെ നിങ്ങൾക്ക് ഓരോ പരീക്ഷയ്ക്കും അനുസൃതമായി സിലബസ് ഓറിയന്റഡ് ആയി തയ്യാറാക്കിയിട്ടുള്ള അനവധി കോഴ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. കേരളത്തിലെ തന്നെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത്. നിങ്ങൾക്ക് മെറ്റീരിയൽസ് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ക്ലാസ്സുകൾ ലൈവായി കാണാൻ സാധിച്ചില്ലെങ്കിൽ അതിന്റെ റെക്കോർഡിംഗ് കാണാൻ സാധിക്കും. ടെസ്റ്റ് സീരീസുകൾ ഒരുപാട് നിങ്ങൾക്ക് അതിൽ ആക്സസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് Unacademy എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ശേഷം EduThrust 10 എന്ന കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഫ്രീ ക്ലാസ്സുകൾ അൺലോക്ക് ചെയ്യുക. പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതേ കോഡ് EduThrust 10 എന്ന കോഡ് ഉപയോഗിക്കാമെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് അവിടെ ലഭിക്കുന്നതാണ്. പ്ലസ് ക്ലാസ്സുകളുടെ പ്രത്യേകത, അവിടെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും. അൺലിമിറ്റഡ് കോഴ്സ് മെറ്റീരിയൽസും ക്ലാസ്സസും ആക്സസ് ലഭിക്കും. അൺലിമിറ്റഡ് ആയി ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ക്ലാസ്സിനിടയിൽ തന്നെ എഡ്യൂക്കേറ്ററുമായി ലൈവായി ഇന്ററാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിനൊക്കെ പുറമെ കുറഞ്ഞ സമയം കൊണ്ട് പരീക്ഷയുടെ സിലബസ് കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഒട്ടും മടിക്കണ്ട, പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ Unacademy ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തോളൂ. ബെസ്റ്റ് വിഷസ്.